ഹലോ ഗൈസ്, വെൽക്കം ടു ഏരീസ് ആൻഡ് സൂം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മെയിൻ ടോപ്പിക് എന്ന് വെച്ചാൽ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ ഓരോ സീസണലായിട്ട് കുറച്ചുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റേതായ പ്രാധാന്യം നമ്മൾ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും നമ്മൾക്ക് ഉണ്ടാവും. മഴക്കാലം പ്രത്യേകിച്ചൊരു പനിയുടെ സീസൺ തന്നെ പറയാം. എന്തെങ്കിലും ഒരു പനി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്നായിരിക്കും നമ്മുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്കൊക്കെ സ്പ്രെഡായി പോവാം. അതുപോലെ പെട്ടെന്ന് പടർന്ന് പിടിക്കുന്നത് മാത്രമല്ല, അത് പെട്ടെന്ന് മാറാനും പാടായിരിക്കും ആ സമയത്ത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭക്ഷ്യവസ്തുക്കളുടെ കാര്യത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ പോലുള്ള കാര്യങ്ങൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അതുപോലെ നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിയുമ്പോൾ കയ്യും കാലും നന്നായിട്ട് സോപ്പിട്ട് തന്നെ കഴുകിയതിന് ശേഷമേ പെരക്കകത്ത് കയറാൻ ശ്രമിക്കാവൂ. അതുപോലെ തന്നെ നമ്മൾ മാക്സിമം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ശ്രമിക്കണം. ഇപ്പം ജലജന്യ രോഗങ്ങളൊക്കെ വരുന്നൊരു സീസണാണ്. അത്തരം രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ടൈഫോയിഡ്, കോളറ പോലെയുള്ള രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫുള്ളി ഇതിനൊരു ഒഴിവാക്കാൻ പറ്റുമെന്നല്ല, എങ്കിൽ കൂടെ നമ്മളൊരു പ്രതിരോധ പ്രവർത്തനം അല്ലെങ്കിൽ പ്രതിരോധ മാർഗം എന്നുള്ള രീതിയിൽ പൊതുവെ ഇത്തരം രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക എന്നുള്ളത്. ദാഹജലം എപ്പോഴും അങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അതുപോലെ നമ്മൾ വ്യക്തി ശുചിത്വത്തിൽ എന്താ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അഴുക്ക് വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുകയോ അല്ലെങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ സോപ്പോ സാനിറ്റൈസറോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ക്ലീൻ ആവാൻ ശ്രമിക്കണം. അതുപോലെ ഈർപ്പത്തോടു കൂടി നമ്മൾ വസ്ത്രങ്ങൾ ഇടാൻ ശ്രമിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈർപ്പത്തോടുള്ള വസ്ത്രങ്ങൾ നമ്മളിൽ ഫംഗൽ ഇൻഫെക്ഷൻസിനുള്ള സാധ്യത കൂടുതൽ ക്ലീൻ ആയിട്ടിരിക്കണം. നമ്മൾ അഴുക്ക് വെള്ളമായിട്ടൊരു കോണ്ടാക്റ്റ് വന്നു തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് സോപ്പിട്ട് വാഷ് ചെയ്യാനും എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാനും നമ്മുടെ ശരീരം എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കാനും നോക്കണം. നമുക്കറിയാം എലിപ്പനി പോലുള്ള രോഗങ്ങളുടെ ഒരു സമയം തന്നെയാണത്. അതുപോലെ പെട്ടെന്ന് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ്. എലിപ്പനിക്ക് ഭയങ്കര സാധ്യതയുള്ളൊരു സമയമാണ് മഴക്കാലം. ഈ എലിപ്പനി രോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ, ഈ പൊത്തുകളിലും മറ്റുമൊക്കെ വെള്ളം നിറഞ്ഞ ഈ എലിമൂത്രത്തിലൂടെയാണ് എലിപ്പനി രോഗകാരി പടരുക. അതുകൊണ്ട് തന്നെ പകരുന്നത്, ആളുകളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്, കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ ഇറങ്ങുന്നുണ്ട്, എലിമാളങ്ങളിലൊക്കെ ഫില്ലായിട്ടും ആ മൂത്രം സ്പ്രെഡായിട്ടുള്ള വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കാലിൽ ചെറിയ മുറിവുണ്ടെങ്കിലും ഒക്കെ ഈ അണു നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. എലിപ്പനിയെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മഴക്കാലത്തെ പറ്റി അറിയേണ്ടത്, നമ്മളിങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇറങ്ങേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് സോപ്പിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനുള്ളൊരു എന്തെങ്കിലും കാര്യം നോക്കണം. കാലിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ മോശം വെള്ളമായിട്ട് കോണ്ടാക്റ്റ് വരാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. ഡ്രസ്സ് മാക്സിമം ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. ശരീരം ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രമിക്കണം. എപ്പോഴൊക്കെ നമ്മൾ മോശം വെള്ളമായിട്ട് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ കുളിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രഷ് ആയിട്ടിരിക്കാനൊക്കെ കൊണ്ട് മാക്സിമം ശ്രമിക്കുക. അതുപോലെ നമ്മൾ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് മാക്സിമം ഈ മോശം വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ള മാത്രമല്ല, ഡ്രൈവ് ചെയ്യുന്ന സമയത്തും സേഫായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റണം. റോഡൊക്കെ ഭയങ്കര സ്ലിപ്പറി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ നമ്മൾ ഇറങ്ങി നടക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ, നമ്മൾ നടക്കുന്ന കേസിലോ ഓടുകയൊക്കെ ചെയ്യുന്ന സമയത്ത് റോഡും നമ്മുടെ മുറ്റമൊക്കെ തെന്നി കിടക്കുന്നൊരു സമയമാണ്. പെട്ടെന്ന് തെന്നി അടിച്ച് നടുവടിച്ച് വീഴാനോ അല്ലെങ്കിൽ വീഴുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഭയങ്കര കൂടുതലാണ് ഈ മഴക്കാല സമയത്ത്. സോ നമ്മളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ഉണ്ടാവണം. ഭക്ഷണ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ രോഗങ്ങൾ, അഥവാ ഞാൻ ഈ പറഞ്ഞ പോലെ മോശം വെള്ളമായിട്ടൊരു കോണ്ടാക്റ്റ് വരുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് തോന്നി നമ്മളൊരു മോശം വെള്ളമായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടായി എന്നുള്ളൊരു തോന്നലുണ്ട്, കാലിലൊരു മുറിവുള്ള സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ളൊരു ആരോഗ്യ കേന്ദ്രം അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവിടെ ചിലപ്പോൾ ഈ എലിപ്പനിക്കാണെങ്കിൽ ഡോക്സിസൈക്ലിൻ എന്നാണ് അതിൻ്റെ പ്രതിരോധ ഗുളികയുടെ പേര്, അത് ലഭിക്കും. അങ്ങനെയുള്ള പ്രതിരോധ മരുന്നുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം കോണ്ടാക്റ്റ് ഉണ്ടായെന്ന് തോന്നിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു ആരോഗ്യ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുള്ളൊരു പരിഹാരം നമ്മൾ കണ്ടെത്തണം. അങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. ഭക്ഷണ കാര്യങ്ങളിൽ മാക്സിമം ശ്രദ്ധ ചെലുത്തണം. കൂടുതലും വെള്ളം മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മാക്സിമം തണുപ്പിച്ച് കഴിക്കാതെ ചൂടാക്കി ചൂടോടുകൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിന് ആ സമയത്ത് ഏറ്റവും നല്ലത്. അതുപോലെ എന്തെങ്കിലും ഒരു രോഗം ഇപ്പോൾ ഒരാൾക്ക് പിടിച്ചു എന്ന് തന്നെ വെക്കട്ടെ, മാക്സിമം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഞാനെപ്പോഴും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിക്കണം. ഒരു കൺസേണിൻ്റെ പുറത്ത് മാത്രമല്ല, ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ഓരോ ആൾക്കാരും ഓരോ പ്രായത്തിലുള്ള ആൾക്കാരായിരിക്കും. ഓരോരുത്തരുടെയും പ്രതിരോധ ശക്തി വ്യത്യസ്തമായിരിക്കും. ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി, ജീവിതശൈലിയൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പം ഒരേ രോഗം ഒരാളിൽ കാണുന്ന പോലെ തന്നെ ആവണമെന്നില്ല മറ്റൊരാളിലേക്ക് കാണിക്കുക. ഇപ്പോൾ ഇത്ര സിംറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ ഒരു മെജോറിറ്റി സിംറ്റം ഒരാൾ കാണിച്ചെങ്കിൽ അടുത്ത ആളിൽ അത്ര അധികം സിംറ്റംസ് കാണിക്കണമെന്നില്ല. എന്നതുകൊണ്ട് നമുക്ക് ഒരു
ഭയങ്കര ഒരു സ്വയം ജഡ്ജ്മെൻറ്റിലൊരു മൈൻഡ് സെറ്റ് ഇട്ട് നമുക്ക് ഇന്ന ലക്ഷണങ്ങളുണ്ട്, ഇന്ന രോഗമായിരിക്കും മറ്റാക്കും, ഇങ്ങനൊരു ചിന്താഗതി നമ്മളങ്ങനെ സ്വയം അങ്ങ് ഊഹിച്ചെടുക്കുകയാണ് ഇന്ന രോഗമാണെന്ന്. അതുപോലെ മരുന്നിൻ്റെ കാര്യത്തിൽ ഒരു സെൽഫ് മെഡിക്കേഷൻ ടെൻഡൻസി നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിക്കുക, അല്ലെങ്കിൽ ഒരു വിക്സ് വാങ്ങിച്ച് തയ്ക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആവി പിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ചെറിയ ജലദോഷം പനി പോലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ദോഷം ചെയ്യാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ആവി പിടിക്കുക, ചുക്കാപ്പി പിടിക്കുക എന്നൊക്കെയുള്ള മൈനറായിട്ടുള്ളൊരു കൺസേണിൻ്റെ പുറത്ത് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് നമ്മൾ മരുന്ന് സ്വന്തമായിട്ട് വാങ്ങിച്ചു കഴിച്ചാൽ, അല്ലെങ്കിൽ വീട്ടിലെ മൂത്ത കുട്ടിക്കൊരു പനി വന്നപ്പോൾ കഴിച്ച മെഡിസിൻ്റെ ബാക്കി ഇളയ കുട്ടിക്ക് കൊടുക്കുകയോ അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഡൻസി നമുക്ക് പൊതുവിലുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് വെക്കല്ലേ. ചിലപ്പോൾ ചില ആൾക്കാരിൽ പെട്ടെന്നായിരിക്കും അത് കുറച്ചുകൂടി കുറച്ചുകൂടി റിസ്ക് സ്റ്റേജിലോട്ട് പോവുക. പെട്ടെന്ന് കുറച്ച് ഫീവറാണെങ്കിലും എന്ത് രോഗമാണെങ്കിലും പെട്ടെന്ന് ചില ആദ്യത്തെ ആളിൽ കുറച്ചൊരു മൈൽഡായിട്ട് ലക്ഷണങ്ങൾ കാണിച്ച്, അല്ലെങ്കിൽ മൈൽഡായിട്ടാണ് അയാളെ അഫക്റ്റ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ ആളിൽ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടായിരിക്കും കാണിക്കാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഓരോ ഇമ്മ്യൂണിറ്റി ലെവലാണ്, ഓരോരുത്തരുടെ ഓരോ ബോഡി ടൈപ്പാണ്, ഓരോ ലൈഫ് സ്റ്റൈലാണെന്ന് മനസ്സിലാക്കി നമ്മൾ ആര് തന്നെയാണെങ്കിലും ഒരു രോഗം വന്നാൽ ആദ്യമേ നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ ഒരാൾ രോഗം വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മളൊരു ചെറിയൊരു ഡിസ്റ്റൻസ് ആയിട്ട് നിർത്തണം. കുട്ടികളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും മഴക്കാലമാണ്, അവർ സ്കൂളുകളിലൊക്കെ പോകുന്നതാണ്. ഒരാൾ പനിയും കൊണ്ട് വന്നാൽ മതി, അത് എല്ലാവർക്കും ഇങ്ങനെ പടർന്നു പിടിക്കും. അതുകൊണ്ട് ഇപ്പോൾ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പൊതുവെ മാസ്ക് അങ്ങനെ ആരും ഉപയോഗിക്കലില്ല, അത് ഉപയോഗിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞതോടുകൂടി മാസ്ക് നമ്മുടെ ഒരു നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ട്. നമ്മൾ കൺസേൺഡ് ആണെങ്കിൽ നമുക്ക് മാസ്ക് യൂസ് ചെയ്ത് പുറത്തിറങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇതെന്താ മാസ്ക് വെച്ചടിക്കുന്നത്, അതിന് വേറെ എന്തെങ്കിലും അസുഖം അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് മാസ്ക് ഒക്കെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊരു പനി ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വരാതിരിക്കാൻ മാക്സിമം ഒരു കോൺടാക്റ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വരാതിരിക്കുക മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ എന്തൊരു ഡിസീസ് ഉണ്ടെങ്കിലും നമ്മൾ ഏർലി ഡയഗ്നോസിസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ എടുത്ത് പറയേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ മാക്സിമം പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുകയും മെഡിക്കേഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മറ്റുള്ളവർക്കും എത്തിക്കാതിരിക്കാൻ സഹായിക്കും. നമ്മുടെ ആരോഗ്യത്തിൻ്റെ ലെവലും ഓരോ രോഗം വരുമ്പോഴും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇങ്ങനെ വീക്കായി വരിക, നമ്മുടെ ബോഡി വീക്കായി വരിക. അപ്പോൾ അങ്ങനെ നമ്മുടെ ബോഡിയെ വീക്കാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തിക്കാതെ മാക്സിമം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനും നോക്കുക. സെൽഫ് മെഡിക്കേഷൻ ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ലക്ഷണങ്ങളൊക്കെ അടിച്ച് നോക്കിയിട്ട് എനിക്ക് ഇന്നതാ രോഗം, അല്ലെങ്കിൽ എനിക്ക് എന്നതാ രോഗം എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മുടെ ഗൂഗിളൊന്നും അല്ല, നമ്മളൊരു ഡോക്ടറെ നേരിട്ട് കണ്ട് അവർ നമ്മളെ ബ്ലഡ് ടെസ്റ്റും പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് പറയുന്നത് പോലെയല്ല നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തുന്നത്. അതുപോലെ മഴക്കാലത്ത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ചുറ്റുമൊക്കെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവാതെ നോക്കണം. അതുപോലെ ചെടിച്ചട്ടികളിലും മറ്റും തുറന്നിരിക്കുന്ന പാത്രങ്ങൾ വയ്ക്കുക. മാക്സിമം പാത്രങ്ങളോ വെസൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുന്ന കണ്ടീഷനുകൾ ഒഴിവാക്കണം. ടയറുകളൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ അല്ലാണ്ട് ഇടുന്നത് ഒഴിവാക്കണം. കാരണം അതിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും, അതിലൊക്കെ കൊതുക് വളരും. കൊതുകുജന്യ രോഗങ്ങളുടെ ഒരു സീസണൽ സമയമാണ് ഇതൊക്കെ. ഡെങ്കു സമയത്തൊക്കെ രോഗങ്ങൾ ഡെങ്കുന്നല്ല ഒരുവിധം എല്ലാ കൊതുക് രോഗങ്ങളും ഈ മഴക്കാലത്തോടു കൂടി അങ്ങ് ഭയങ്കര വ്യാപകമാകുന്നൊരു കാലഘട്ടമായി ഇപ്പം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കണം. അതിനോടൊപ്പം തന്നെ ഈ ഫ്രിഡ്ജിൻ്റെ ബാക്കിലെ ട്രേയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നില്ല, അത് നമ്മൾ ശ്രദ്ധിക്കണം. കൊതുക് അതിനകത്ത് പെറ്റി വരെ കൂട്ടോ. അതുപോലെ ഇങ്ങനെ കെട്ടിക്കിടക്കാനുള്ള തുറന്ന പാത്രങ്ങൾ വയ്ക്കുകയോ അല്ല അതിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കളയുകയോ ചെയ്യണം. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഈ മഴക്കാലത്ത് ഭയങ്കര ഇമ്പോർട്ടൻസ് വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ആരോഗ്യപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സിറ്റുവേഷൻ. അതുപോലെ ഇടി മിന്നലേക്ക് അത്തരം കാര്യങ്ങൾ നമ്മളിതിൽ ഭയങ്കര കൂടുതലാണ്. ഇടിമിന്നലേറ്റുണ്ടാവുന്ന മരണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഭയങ്കര കൂടുതലാണ്. അതിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇടിമിന്നൽ സമയത്ത് പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കണം. നനഞ്ഞ പ്രതലത്തിൽ തൊടാതിരിക്കാൻ ശ്രമിക്കണം. പ്രതലത്തിൽ നിൽക്കാതിരിക്കാൻ ശ്രമിക്കണം. വുഡനായിട്ടുള്ള എന്തിനേലും തടി കൊണ്ടുള്ള എന്തെങ്കിലും കട്ടിലിൽ സോഫയിലൊക്കെ കയറി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും വേണ്ടുമല്ല. ജനലൊക്കെ തുറന്നിട്ട് അതുമായിട്ട് മാക്സിമം എക്സ്പോസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്താലും ഇരിക്കാൻ പാടില്ല. അതുപോലെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലൊക്കെ തൊടുകയോ അല്ലെങ്കിൽ സ്വിച്ച് പ്ലഗ് പോയിന്റിലും അത്തരം കാര്യങ്ങളൊക്കെ പോയി തൊടുവോ കേബിൾ ഊരാൻ പോവോ ആ സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് ഇത്തരം അപകടങ്ങൾ ഭയങ്കരമായിട്ട് വരുത്തി വയ്ക്കും. അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. മാക്സിമം അകത്തിരിക്കാൻ തന്നെ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് വരാണ്ടിരിക്കാൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക്
ഈ ഒരു മഴക്കാലം സേഫായിട്ട് കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മളൊരാളല്ല, നമ്മുടെ വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഇവരുടെ എല്ലാം മൊത്തത്തിലുള്ളൊരു ഇതിനെ ബാധിക്കും. ഇപ്പോഴത്തെ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ പനി എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്ക് ദിവസം തുമ്മൽ, ചീറ്റൽ, ആദ്യത്തെ ഒരു ചൂട്, ഇതൊക്കെ കഴിഞ്ഞൊരു ലക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് അതങ്ങ് ഒതുങ്ങി അങ്ങ് തീരും പെട്ടെന്ന്. ഇപ്പം അതുപോലെയല്ല. നമുക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെ തീരാതെ തുമ്മലും ചീറ്റലും ചുമയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു 10-14 ദിവസം നമ്മളതുകൊണ്ട് നടക്കും. അതുപോലെ പനിക്കൊക്കെ ഒരു ക്ഷാമമില്ല. പലവിധ പുതിയ പുതിയ പേരുകൾ, പുതിയ പനികൾ മുന്നോട്ട് വരുന്നൊരു സമയമാണ്. നമുക്കറിയാമല്ലോ, പനി അല്ലെങ്കിൽ ഈ കോൾഡ് പോലുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ആവുന്നത് നമ്മളിങ്ങനെ തുമ്മുമ്പോഴും ചീറ്റുമ്പോഴും ഉള്ള ഈ തുള്ളികളിലൂടെ, ഇപ്പോൾ ഉമിനീര് തുള്ളികൾ അല്ലെങ്കിൽ തുമ്മുമ്പോൾ മൂക്കുന്ന് വരുന്ന അതിൻ്റെ സ്രവങ്ങൾ, അതിൻ്റെ തുള്ളികളിൽ നിന്നൊക്കെയാണ് ഇത് പുറത്തേക്ക് സ്പ്രെഡ് ആവുന്നത്, അടുത്ത ആളിലേക്ക് എത്തുന്നത്. സോ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും. ഇത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം സോഷ്യൽ ഡിസ്റ്റൻസിങ്. നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ആൾക്കാരുടെ അടുത്ത്. ഇത്തരം രോഗങ്ങളുള്ള സമയത്ത് പറ്റുമെങ്കിൽ മാക്സിമം അതിന് ശ്രമിക്കുക. കോവിഡിലൊക്കെ നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയിരുന്നില്ലേ, സാനിറ്റൈസർ യൂസ് ചെയ്യുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് എടുക്കുക, മാസ്ക് യൂസ് ചെയ്തൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, സോഷ്യൽ ഡിസ്റ്റൻസിങ് കാര്യമായിട്ട് പറ്റത്തില്ലെങ്കിൽ നമുക്ക് മാസ്ക് യൂസ് ചെയ്യാൻ പറ്റും. മാസ്ക് യൂസ് ചെയ്താൽ അത്രയും നന്നായിരിക്കും. പിന്നെ ഒരുവിധം സ്കൂൾ കുട്ടികളുടെയൊക്കെ കേസിലാണെങ്കിലും ഒക്കെ തന്നെ, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ തന്നെ നമുക്കൊരു രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2-3 ദിവസം മാക്സിമം ലീവ് എടുത്ത് നിൽക്കുന്നതാവും നല്ലത്. സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ പിള്ളേർ ലീവ് എടുത്ത് വീട്ടിലിരിക്കട്ടെ. അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ മറ്റുള്ള കുട്ടികൾക്കും ആവുമല്ലോ, അവിടെ രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളെ കുറച്ചുകൂടി മറ്റുള്ള കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്താൻ മീൻസ് അവരെ 2-3 ദിവസം സ്കൂളിൽ വിടാതിരിക്കാന്നുണ്ടെങ്കിൽ അവരുടെയും റെസ്റ്റ് കിട്ടി അവരുടെയും പെട്ടെന്ന് രോഗം ഹീലാവുകയും ചെയ്യും. ഇത് സ്പ്രെഡ് ചെയ്ത് പോകുന്നത് നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ആ സമയത്ത്, ഈ മഴക്കാല സമയത്ത് നമ്മൾ ഈ ജങ്ക് ഫുഡുകളൊക്കെ മാക്സിമം കുറയ്ക്കുന്നതാവും നല്ലത്. ഈ എണ്ണ പലഹാരങ്ങളും ഈ ചിക്കനും മട്ടനും ഒക്കെ നമ്മൾ ചില സാധനങ്ങൾ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന പോലെ അല്ലേ, ഇപ്പോൾ വീട്ടിൽ തന്നെ വാങ്ങിച്ച് കുക്ക് ചെയ്യുന്ന പോലെ അത്ര സേഫ് അല്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ സേഫ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റംസ് അല്ല നമുക്കിപ്പോൾ പുറത്തുനിന്ന് കിട്ടുന്നത്. പലതും കുത്തിവെച്ചതും വിഷം തെളിച്ചതും ഒക്കെ തന്നെയാണ് ഭൂരിഭാഗം. പിന്നെ ഒരു പരിധി വരെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒഴിവാക്കാൻ ശ്രമിക്കുക, കുറേയൊക്കെ ശ്രദ്ധിക്കുക എന്നൊക്കെ ചെയ്യാൻ പറ്റൂ. മാക്സിമം കടകളിൽ ഒഴിവാക്കി അത്രയും നന്നായിരിക്കും. നമ്മൾ ഒത്തിരി ഫാറ്റി ആയിട്ടുള്ള, എണ്ണ ആയിട്ടുള്ളത്, ഉപ്പ്, എരി പോലെയുള്ള ഭക്ഷണങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളുടെ ചുമക്കും പണ്ടത്തെ പോലെ അല്ല, ഭയങ്കര സെൻസിറ്റീവ് അവസ്ഥയിലാണ് ഉള്ളത്. അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഫുഡ് പോയ്സണൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റ് ഡാമേജ്ഡ് ആയിട്ടുള്ളത് മറ്റാണ് ഫുഡ് പോയ്സൺ ആയിപ്പോയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടിലോട്ട് എത്തിക്കും. നമ്മളിപ്പോൾ ഒരുപാട് ഫുഡ് പോയ്സൺ മൂലം ഡെത്ത് ഉണ്ടാകുന്ന കേസ് കേൾക്കുന്നുണ്ട്. അത്തരം കേസുകൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്നുള്ള ഫുഡ് കുറയ്ക്കുക, ചൂടായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, വീട്ടിലെ ഭക്ഷണങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിപ്പോൾ സീസൺ ഏതാണെങ്കിലും പുറത്തെ ഫുഡ് നമുക്കൊരു പരിധിവരെ കേടണം, അപൂർവമായിട്ടൊക്കെ ആവാം. അതല്ലാതെ ഒഴിവാക്കാൻ പറ്റിയ അത്രയും നല്ല കാര്യം മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുക. അത്തരം സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഹോംലി ഫുഡിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വയ്ക്കുക. എപ്പോഴും ചൂടോടുകൂടിയും തിളച്ച് സേഫ് ആയിട്ടുള്ള ഫുഡും കഴിക്കാൻ ശ്രമിക്കുക. ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് പോലുള്ള സാധനങ്ങളും കുറയ്ക്കാം. പിന്നെ അത്തരം ടോപ്പിക്കുകൾ നമ്മുടെ സ്റ്റൊമക്ക് ഹെൽത്ത് അല്ലെന്നുണ്ടെങ്കിലും ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡിനെ പറ്റിയൊക്കെ ഉള്ളൊരു വേറൊരു വീഡിയോ, അല്ലെങ്കിൽ എലിപ്പനി രോഗങ്ങളെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പോൾ ബേസിക്കലി നമുക്ക് ഒരു മഴക്കാലത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു മാക്സിമം ഇൻഫർമേഷൻ ഈ വീഡിയോയിലൂടെ കൺവേ ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഫോർ സച്ച് വീഡിയോസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.